നമസ്കാരം. രാമായണത്തിലെ രാമരാവണ യുദ്ധം നടക്കുന്ന സന്ദർഭം. അപ്പോൾ അവിടെ യുദ്ധത്തിനിടെ രാവണൻ്റെ പരാക്രമ മികവിൽ അവതാര പുരുഷനായിരുന്നിട്ടും ദിവ്യബാണങ്ങൾ കയ്യിലുണ്ടെങ്കിലും ശ്രീരാമൻ ഒന്ന് പകച്ചു പോകുന്നുണ്ട്. രാവണൻ തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് രാമൻ മനസ്സിൽ ചിന്തിക്കുന്ന നിമിഷം വരുന്നുണ്ട്. അങ്ങനെ തളർന്ന് മൗനിയായി ചിന്താവിവശനായി യുദ്ധക്കളത്തിൽ തളർന്ന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് യുദ്ധം കാണാൻ ആകാശത്തെത്തിയിരുന്ന ദേവകളെല്ലാം ആശങ്കാകുലരാവുന്നു. അവർക്കൊപ്പം അഗസ്ത്യ മഹർഷിയും ഉണ്ടായിരുന്നു. രാമൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് ഉത്കണ്ഠ പൂണ്ട മഹർഷി താഴോട്ട് ഇറങ്ങി രാമൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. രാമൻ മനസ്സിൽ ചിന്തിച്ചത് അഗസ്ത്യമുനി അകക്കണ്ണിൽ കാണുന്നു. അദ്ദേഹം രാമനോട് പറയുന്നു, രാമ, വിഷാദം വേണ്ട, ഞാനൊരു ഉപായം പറഞ്ഞു തരാം. ഒരു വിശേഷ മന്ത്രം, അത് ജപിച്ച ശേഷം രാവണനുമായി യുദ്ധം ചെയ്യൂ. വിജയം ഉറപ്പ്. അതുകൊണ്ട് പരാജയാശങ്ക ദൂരെ കളയൂ. തുടർന്ന് അദ്ദേഹം ആദിത്യ ഹൃദയ മന്ത്രം രാമന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം ആ യുദ്ധത്തിൽ രാമൻ വിജയിക്കുന്നു അല്ലേ. ഇത് ഒരു സൈക്കോളജിക്കൽ മൂവാണ്. അവതാര പുരുഷനായിരുന്ന രാമന് പോലും സ്വന്തം കഴിവിൽ ആശങ്ക തോന്നിയ പിന്നെ സാധാരണ മനുഷ്യരായ നമ്മുടെ കാര്യം പറയാനുണ്ടോ? നമ്മളെല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്, അവതാരം തന്നെയാണ്. പക്ഷേ അതൊന്നും കാണാൻ നമ്മളാരും ഒരു ശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന് നടത്താറില്ല എന്ന് മാത്രം. ആദിത്യ ഹൃദയ മന്ത്രം നിത്യജപത്തിൽ ഉൾപ്പെടുത്തിയാൽ ആത്മചൈതന്യം, ഇച്ഛാശക്തി, ധൈര്യം, ഹൃദയശുദ്ധി, ശത്രുനാശം എന്നിവയാണ് ഫലം. ശത്രുനാശം എന്ന് പറഞ്ഞാൽ ശത്രുത മനസ്സിൽ നിന്ന് ഇല്ലാതെയാവുക എന്നതാണ് അർത്ഥം. നിത്യജപത്തിൽ സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് 3 അതിലധികമോ തവണ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇങ്ങനെയാണ്: സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്ധകരായ നമോ നമഃ, ചിന്താമണേ ചിദാനന്ദായ തേ നമഃ, നീഹാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഓം